എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ നല്ല കാറ്റ്, മഴ, മൊത്തത്തിൽ തണുപ്പ് കാലാവസ്ഥ, ഭയങ്കര മഴയും കാറ്റൊക്കെയാണ്. ഇന്നലെ രാത്രി ഭയങ്കര ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. കറണ്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞേരം കറണ്ട് വന്ന്. കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. പക്ഷെ എനിക്കെന്തായാലും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ ഫാത്തിമ എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ട് മകളല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ മകളായിട്ട് വരും. എൻ്റെ നസീർ ഖാൻ്റെ ഏട്ടൻ്റെ മോളാണ്, സുനീർ ഖാൻ്റെ മോളാണ്. എൻ്റെ നസീർ ഖാൻ്റെ ഏട്ടൻ ഒരു 2 വർഷം മുമ്പ് പയ്യോളി തീർത്ത അവിടെ അതിൻ്റെ മുന്നിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ്. അപ്പോൾ സുനീർ ഖാൻ്റെ മോള് അവളിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ സ്കൂളൊന്നും കൊടുത്തു, എവിടെയും കിട്ടിയില്ല. മാർക്കൊക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ എല്ലാ മക്കൾക്കും ഒരുപോലെ ഫുൾ A+ ഒന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പം കുറവാണെന്നാലും മോശമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് അഡ്മിഷനും കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അപ്പോൾ അവർക്ക് +1 ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പയ്യോളി IPCയിലൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു സേഫ് ആൻഡ് സെക്യൂർ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ IPCയിലൊന്നും പോകണം. അവിടുത്തെ ഫീസും കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കണം. അവിടെ തോന്നുന്നു എങ്ങനെയാണ് അവിടുത്തെ ഫീസ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് വലിയൊരു ഉയർന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പോകണം അങ്ങോട്ടേക്ക്. മാനേജ്മെൻറ്റ് ഒന്ന് കാണണം. പിന്നെ അവിടെ ഓഫീസിലൊന്ന് പോയിട്ട് അന്വേഷിക്കണം. അപ്പോൾ സുജലേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഒന്ന് വടകര പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല, ഭയങ്കര മഴയൊക്കെയാണ്. കാലാവസ്ഥ എന്താ നോക്കിയിട്ട് വേണം പോകാൻ. എന്തായാലും വടകര ഒന്നും വണ്ടിയെടുത്ത് പോകില്ല, ബസ്സിനേ പോകും. അപ്പോൾ ആദ്യം ഇതൊന്ന് പോയിട്ടൊന്ന് നോക്കണം. ഫാത്തിമാൻ്റെ കാര്യം ഒന്ന് പോയിട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കണം. ക്ലാസ്സൊക്കെ തുടങ്ങാനായല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് എന്താണെന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഓക്കെ. വടകര പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. വടകര ബസ് ഇറങ്ങി ഒരു ഓട്ടോന് പോവാണ്. ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ ഞാൻ ആ ബ്ലോക്കൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ട്രാഫിക് ബ്ലോക്ക് മൊത്തം, പയ്യോളിയൊക്കെ മൊത്തം ബ്ലോക്കാണ്. വടകര മാത്രമല്ല, പയ്യോളിയൊക്കെ മൊത്തം ബ്ലോക്കാണ്. എന്താണെന്നറിയില്ല ഇപ്പം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റോഡിനൊക്കെ വീതിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബ്ലോക്ക് കൂടുകയാണോ ചെയ്തത്, അല്ലേ റോഡ് പണിയുള്ളത് കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കാണ്. പയ്യോളിയിൽ നിന്ന് ഞാൻ നേരെ വന്നത് ഇവിടെ വടകര ഹോസ്പിറ്റൽ റോഡ്, നട്ട് സ്ട്രീറ്റ് വടകര എന്ന് പറയും. അവിടെ ലാ ബ്യൂട്ടി കംപ്ലീറ്റ് ബ്രൈഡൽ ഹബിലേക്കാണ് വന്നത്. നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്തുനിന്നുള്ളൊരു വ്യൂ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. മഴ കുറഞ്ഞാൽ ഞാനത് എടുക്കും. ബാക്കി ഞാൻ ഉള്ളിലൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഓണർ ഉള്ളിലുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. മഴയാണെങ്കിൽ പോലും ഞാൻ കുടയും ചൂടി അതിൻ്റെ മുന്നിൽ നിന്ന് ലാഷിൻ്റെ ബോർഡും പിന്നെ അതുപോലെ ലാഷ് ബ്യൂട്ടി പാർലറിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുടയും ചൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. റെൻ്റൽ ഓർണമെൻറ്റ്സ്, റെൻ്റലും സെയിലൊക്കെ ഉണ്ട്. ഓർണമെൻറ്റ്സിൽ തന്നെ തുടങ്ങാം. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഓർണമെൻറ്റ്സിനോടാണല്ലോ ഒരു കമ്പം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഓർണമെൻറ്റ്സിൽ തന്നെ തുടങ്ങാം. പിന്നെ ഡ്രസ്സ്, ബ്രൈഡൽ ഡ്രസ്സുകളാണ് ഇതൊക്കെ. കാണുമ്പം തന്നെ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒന്നെടുത്ത് അണിയണമെന്ന് കാണുമ്പം തന്നെ തോന്നിപ്പോവുകയാണ്. പിന്നെ ഇവിടെ ഇപ്പുറം 2 പേരെ കാണുന്നില്ലേ? അതിൽ ഒരാളെനിക്ക് പരിചയം ഉണ്ടാവും, ഒരാളോ പരിചയം ഉണ്ടാവില്ല. ഇതവിടെ ഇതൊരു സുന്ദരി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അടുത്ത് വേറൊരു സുന്ദരിയും കൂടി ഉണ്ട്. അപ്പോൾ അടിപൊളി ഡ്രസ്സുകളാണ്. റെൻ്റൽ ആൻഡ് സെയിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഓണർ ഉണ്ട്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ ഫാൻസി സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഒക്കെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാട്ടുള്ളൂ. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളൊന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം.
സാരി, ലെഹങ്ക, സാരികൾ, ഇത് അടിപൊളി സാരികളൊക്കെ ഉണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ പെൺകുട്ടികൾ സാരിയും കൂടുതലായിട്ട് ഇടുന്നുണ്ട്. ഇതാ ഓർണമെൻറ്റ്സ് കാണുമ്പോഴാണ് കൂടുതലായിട്ടൊന്ന് കണ്ണൊക്കെ ഒന്ന് മഞ്ഞളിച്ച് പോകുന്നത്. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഷോപ്പുള്ളത് നമുക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും. അധികം ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എത്തിക്കുന്നത്. അതവിടെ കൊടുക്കാനും എത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വടകര, തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും വരികയും സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. ഇത് അടിപൊളി നെക്ലേസുകൾ. ഈ ഒരു നെക്ലേസൊക്കെ ഇട്ടാൽ എന്തിനാണ് നമുക്ക് പൊന്ന്? ഇതൊക്കെ പോരെ, ഇതൊക്കെ ഇട്ടാൽ എന്തിനാ പൊന്ന് അല്ലേ? നിങ്ങൾ തന്നെ പറ നോക്കിയിട്ട് എന്തൊരു അടിപൊളിയാണ് സാധനങ്ങളൊക്കെ. അടിപൊളി കളക്ഷൻസ്. എന്തായാലും സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ കാണുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക, അത്രയും എനിക്കറിയാം. ഓർണമെൻറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവെനിക്കില്ല. എല്ലാം സാധനങ്ങളൊക്കെ സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. ഡ്രസ്സുകൾ ഇതാ ഡിസ്പ്ലേയിലും അല്ലാതെയും ഇവിടെ ഉണ്ട്. നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിനുള്ളത് അങ്ങനെ എടുക്കാം, നല്ല റേറ്റിനുള്ളത് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഏത് സാധാരണക്കാരും ഇങ്ങോട്ടേക്ക് വരണം. കാരണം സാധാരണക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് പൈസ കുറവാണെന്നൊന്നും വിചാരിച്ചിട്ട് ആരും വരാതിരിക്കരുത്. കാരണം എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊക്കെ വരണം. പിന്നെ അതുപോലെ ബ്രൈഡൽ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മൂപ്പരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതാ ബ്രൈഡൽ ഹബിൻ്റെ ഓണർ കം ബ്യൂട്ടീഷ്യനാണ് ഇരിക്കുന്നത്. തെസ്ലീനാണ് പേര്, കോട്ടക്കലാണ് സ്ഥലം. അപ്പം നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തെസ്ലിയോട് ചോദിക്കാം. കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നത് തെസ്ലിക്കാണ്. എല്ലാം ഞാൻ ഒന്ന് ചോദിച്ച് പറഞ്ഞുതരാം. തെസ്ലി, ഇന്ന് ഷോപ്പൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് റാഹത്തല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ഷോപ്പിനെ കുറിച്ച്? എനിക്കിവിടെയുള്ള പുറമേയുള്ള ഭംഗി എല്ലാം ഞാൻ ആസ്വദിച്ചു. ഓർണമെൻറ്റ്സ്, ഡ്രസ്സൊക്കെ സൂപ്പറാണ്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ പറയാൻ തെസ്ലിക്കാണ് പറ്റൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഓർണമെന്റ്സ് സ്റ്റാർട്ടിങ് വരുന്നത് 300 ആണ്. പിന്നെ ഡ്രസ്സെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് 1000 ആണ്. പിന്നെ ഇവിടെ മാത്രമല്ല, ഈ വടകര ഏരിയയിൽ മാത്രമല്ല, ഇത് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്ത് കൊടുക്കും. അതിന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇൻസ്റ്റൻ്റെ പേജ് ഉണ്ട്, ലാഷ് ദ കംപ്ലീറ്റ് ബ്രൈഡൽ ഹെയറാണ് പേജ്. അത് ഫോളോ ചെയ്താലേ അതിൽ ഫോട്ടോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ ഫോട്ടോസ് സെലക്ട് ചെയ്താൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങളത് ഡെലിവറി ചെയ്യും. അങ്ങനെയാണത്. പിന്നെ മേക്കപ്പ് ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്. ടോട്ടൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. മേക്കപ്പ്, ഫേഷ്യൽ, ബ്ലീച്ച്, പിന്നെ റെൻ്റൽ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് എല്ലാം കൂടി കംപ്ലീറ്റ് ആയിട്ടൊരു പാക്കേജ് വരുന്നുണ്ട്. അതിന് ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് ടോട്ടലായിട്ട് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കല്യാണ പെണ്ണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുതൽ ഫോട്ടോഗ്രാഫി വരെ ഉണ്ട്. അപ്പോൾ ഒരു കല്യാണ പെണ്ണ് വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ട് നിങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കില്ലേ? അപ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എന്തായാലും ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. വലിയ റേറ്റിനുള്ള ഈ ലെഹങ്ക അതെല്ലാം ഒരു ദിവസത്തേക്കല്ലേ കസ്റ്റമർ വലിയ റേറ്റെല്ലാം കൊടുക്കുക. സത്യമാണ്. ചെറിയ റെന്റിന് ഒരു ദിവസത്തേക്ക് ഇടാൻ അവർക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാം. കാരണം പേജ് പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യാം. ഇൻസ്റ്റാ പേജ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി എന്താ പറയുക, ഇവിടെ ഇന്ന് ഒരു പുതിയ തുടക്കം കുറിച്ച നമ്മുടെ ലാഹ് ബ്യൂട്ടി ബ്രൈഡൽ ഹബിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, അങ്ങനെ ഇന്നത്തെ യാത്രകളും വീഡിയോകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ആകെ ടയേർഡാണ്, പുറത്തൊക്കെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. IPCയിൽ പോയി ഫാത്തിമാൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഫീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ച ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്, ഇനിയിപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യണം. +1 കൊമേഴ്സിനാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ ഇപ്പം എല്ലാ രക്ഷിതാക്കളും ഇപ്പം ഇങ്ങനെ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പാടുപെടുകയായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇനിയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.